ഇതിനൊരു ഫോട്ടോ വെച്ചിട്ടേ അതെ അത് ഞാൻ പറഞ്ഞതാണ്. സാറേ നമുക്ക് തുടങ്ങിയാലോ? സമയം എടുക്കണില്ലെന്ന് ഞാൻ വിളിക്കണല്ലേ, എടുക്കണില്ലെന്നാണ്. പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായ പഞ്ചാരവട്ട പാലം നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്ന് വെറും 3 മാസം കൊണ്ട് നടപ്പിലാക്കിയിരിക്കുകയാണ്. ഒരിക്കലും നടക്കാത്ത ഒരുപാട് പദ്ധതികൾ കഴിഞ്ഞ ഭരണസമിതി എടുത്തിട്ടുണ്ട്. എത്രയോ ജനങ്ങൾ ആശുപത്രികളിലേക്ക് എത്താനും ഹൈവേകളിലേക്ക് എത്താനും വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കാതെ 5 വർഷം കാട്ടുമുടിച്ച് ആ ഭരണസമിതി ഇതാ ഇപ്പോ പടിയിറങ്ങിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ മെമ്പർമാര് കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ഭരണസമിതിയിലെ മെമ്പർമാരെല്ലാവരും കാട്ടുകള്ളന്മാരായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ആരും കുറ്റം പറയുന്നില്ല, ഞാൻ അവരെ കുറ്റം പറയുകയല്ല, അവർക്ക് അതിനുള്ള കഴിവില്ല എന്നുള്ളതാണ്. അല്ല ഒരു പാലത്തിന് 2 ഉദ്ഘാടനം. മൊയ്തു, ഈ പാല് 80% പണിയെടുത്തത് കോയ പ്രസിഡന്റ് ആയിരുന്നപ്പോഴല്ലേ? അപ്പൊ അതിന്റെ പേരെടുക്കാൻ വേണ്ടി അവര് ഉദ്ഘാടനം നടത്തുന്നത്. ഇപ്പൊ ഇവര് ഭരിക്കണോണ്ട് സത്യം സാർ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവരെ അവസാനം പെയിന്റ് അടിക്കല്ലേ ചെയ്തിട്ടുള്ളൂ. അത് പറഞ്ഞാലേ സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പഞ്ചാരവട്ട പാലത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊള്ളു. അഭിവാദ്യങ്ങൾ 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 അല്ല കോയ്ക്ക എന്ത് തുടങ്ങുന്നു? എത്ര നേരം ഇവിടെ കാത്തു നിക്കണേ? അല്ല, ഞാൻ ആ പള്ളി കമ്മിറ്റിയുടെ ഒരു ഇതുണ്ട്, മീറ്റിംഗ് ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോഴത്തേക്കും പള്ളിക്കും ശരിയാണ്. ഇതിപ്പോ കുറച്ചു നേരം വൈകിയാണെങ്കിൽ അവര് ഉദ്ഘാടനം നടത്തിയാണ്. അല്ല, എന്താ ഇവര് പറയണെന്താ? അവരിപ്പോ ഒന്നും പറയണില്ല. അവരവിടെ ഭയങ്കര പ്രസംഗമൊക്കെ കഴിഞ്ഞ് നിക്കാണ്. ഈ പാലം മുഴുവൻ അഴിമതി നടത്തിയത് നമ്മളാണ്, 5 വർഷം വെറുതെ ഇരിക്കുകയായിരുന്നു, താടി വെച്ച വെറും കള്ള തിരുമാലിയാണ് പോയേക്കാന്നൊക്കെ പറഞ്ഞവര്. അവർക്ക് മനസ്സിലായത് അവര് പറയാൻ കാരണം അവർക്ക് എന്ത് വേണം പറഞ്ഞൂടെ? ഇതിപ്പോ സമയത്ത് വരാത്ത കുഴപ്പമല്ലേ? അത് കുഴപ്പമില്ല, അതൊക്കെ നമുക്കിപ്പോ പറഞ്ഞ് ശരിയാക്കാം. അതുകൊണ്ടൊന്നും പഠിക്കണ്ട, ഉദ്ഘാടനം ചെയ്യണ്ടേ? അവര് പറഞ്ഞതിന് 2 വർത്തമാനം തിരിച്ചങ്ങോട്ട് പറയണ്ടേ? മൈക്കില്ലേ? എന്താ നിങ്ങളൊക്കെ ഈ നിങ്ങളൊക്കെ ഞങ്ങൾ മൈക്ക് അറേഞ്ച് ചെയ്താണ്. മൈക്കും വേണ്ട, ഒരു പ്രിയമുള്ളവരെ, നമ്മുടെ സ്വപ്നമായിട്ടുണ്ടായിരുന്ന ഈ ഒരു നമ്മുടെ പഞ്ചാരക്കുന്ന് പാലത്തിന്റെ അത് നിശബ്ദരാവുക. ഞാൻ ഒരു പ്രായമായ ആളാണ്. അത് മാത്രല്ല, വേറൊരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഈ പ്രദേശത്തെ പല സ്ഥലങ്ങളിലും ഇപ്പൊ പഞ്ചാരക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നമ്മുടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും, അതിന്റെ കാര്യങ്ങൾ ഓടി നടക്കണ ഒരാൾക്ക് എല്ലാ സ്ഥലവും പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പൊ ഈ ഒരു പ്രദേശത്ത് ഈ ഒരു ഇട്ടാവിട്ടത് മാത്രം കിടന്ന് കളിക്കുന്നവർക്ക് അത് മാത്രം ഓർത്താൽ മതി. അപ്പൊ അത് നോക്കണ്ട. എന്റെ കാലത്ത്, എന്റെ കുട്ടിക്കാലത്ത് കുറെ മുളംകൂട്ടങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത്, ഒരു നടവഴി മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടുന്ന് ഈ റോഡ് നേരാക്കുകയും ഈ പാലത്തിന് വേണ്ടി അന്നത്തെ കാലത്ത് വെറുതെ മരത്തടികൾ ഇട്ടിട്ടുള്ള പാലം പണിതിട്ട് ഇവിടെ ആളുകൾ ഈ യാത്രായോഗ്യമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെയൊക്കെ പ്രവർത്തകനായിട്ട് നിന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇതിന്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ആൾക്കാർക്കൊന്നും യാതൊരു അർഹതയും, ഈ ഒരു പ്രവർത്തകൻ എന്നുള്ളതിലേക്ക് എന്റെ ഒപ്പം നിൽക്കാൻ ഒരു അർഹതയില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മളിപ്പോ ഈ യാത്രായോഗ്യമായിട്ടുള്ള, അതായത് വാഹനങ്ങൾക്കടക്കം ആര് കേൾക്കാൻ? അവർക്ക് ഉദ്ഘാടനത്തിന് പോയി
എന്നോട് മാറി നിൽക്ക്. പോയാ അങ്ങോട്ട് മാറി നിൽക്ക്. മാറി നിൽക്കാൻ പറയാം. ഒരു കാര്യം പറയട്ടെ, മാറിക്കണ്ട് നിങ്ങളാണ്, ഞങ്ങളല്ല. ഈ പാലം പണിത് അതിന് അർഹത, ഈ ഉദ്ഘാടനത്തിന് അർഹതയുള്ളവർ ഞങ്ങളാണ്. ഭരണസമിതി ഇത് ആരാണ് ഭരിക്കുന്നത്? അതെ, നിങ്ങൾക്ക് ആരാണല്ലോ ഭരിക്കണതിന്റെ പേരും പറഞ്ഞിട്ട് ഈ പണിത ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് ഉദ്ഘാടനം ചെയ്യാന്. കോയ 5 വർഷം നിങ്ങൾ ഭരണം ചെയ്തിരുന്നെങ്കിൽ 3 മാസം കൊണ്ട് നടപ്പിലാക്കി ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കി വന്ന ആളോട് കണക്ക് പറഞ്ഞു. ഉദ്ഘാടനം ചെയ്തിട്ടല്ലേ ഞങ്ങൾ കണക്കുള്ള കട്ടി നിൽക്കാൻ ആദ്യത്തെ യാത്ര സൈക്കിൾ തന്നെ എന്ന് പറഞ്ഞ അങ്ങനെ പറയാം. ആ പരിപാടി അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് പൊളിഞ്ഞപ്പോ എന്റെ മാത്രം മണ്ടയ്ക്ക് കൊണ്ട് വെക്കാന്ന് വിചാരിക്കണ്ടായിരുന്നു. നിങ്ങളടുത്തൊക്കെ ഞാൻ അന്ന് ഞാനത് പറഞ്ഞു, ഇത് അപകടമാണ്, നമ്മൾ നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളൊക്കെ എന്താ പറഞ്ഞു? ഒന്നുമില്ല, എന്ത് വന്നാലും ഒന്നും പേടിക്കല്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഇപ്പൊ എവിടെ നിങ്ങളൊക്കെ എവിടെ? എല്ലാരും മാളത്തിനകത്ത് കയറി ഇരുന്നാൽ ഇവിടെ ഒന്നും നടക്കൂല. ഇതിപ്പോ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എന്തെങ്കിലും സംഭവം പാല് നിന്റെ ഇവിടെ പറഞ്ഞു. അതെ, ഒരു കാര്യം ഞാൻ പറയാം, എന്നെ തേക്കാനാണ് പരിപാടി എന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാം കോൺക്രീറ്റ് ചെയ്ത് ഞാൻ ഗ്രൗണ്ട് തേച്ചിട്ട് ഞാൻ തേച്ചങ്ങ് ഒട്ടിക്കും. ഞാൻ ചീത്ത വിളിക്കരുത്. ഞാൻ വിളിച്ചത് ഇവിടെ വേറെ. ഓഹോ, അവൻ ചീത്ത വിളി പറയും. നിന്നെ ആരാണ് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? ആരും വിളിച്ചതല്ല. നിങ്ങൾക്ക് എന്തും വെള്ളം നിങ്ങളിന്ന് വെള്ളം കുടിപ്പിക്കാലെന്ന് വിചാരിച്ചാൽ അതും കുറ്റായോ? ഇനി നീ ആയിട്ട് വെള്ളം കുടിപ്പിക്കണ്ട, എന്നെ ഇവിടെ കുറെ മാറി ചേർന്ന് വെള്ളം കുടിപ്പിച്ചോണ്ടിരിക്കുക. പാലം പൊളിഞ്ഞ പ്രശ്നമല്ലേ? ഇത് സാധാരണ ഉള്ളതല്ലേ? എന്ത് സാധാരണ? പൊളിയുന്നത് കെട്ടുന്നത്, പൊളിയുന്നതൊക്കെ കെട്ടുന്നത് സാധാരണയല്ലേ? ഇനി നീ ഒരു അക്ഷരം മിണ്ടിയോ നിന്നെ ഞാൻ ഇവിടെ പൊളിച്ചെടുക്കും കേട്ടാ. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ ചൊറിയണ വർത്താനം പറയണല്ലേ? അല്ലേ ഭ്രാന്ത്? എന്നാടേ, കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇവിടെ കാണില്ല. ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ എനിക്ക് പേടിയാ, ഞാനും ഇവിടെ നിൽക്കൂല. എടാ, നീ ഇവിടെ നിക്കണ്ട. കാലത്തും വൈകിട്ട് ഇവിടെ വന്ന നായക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക, പോവുക. ഇതിനിടയ്ക്ക് ആരെങ്കിലും വന്ന് ഞാൻ എവിടെയെന്ന് ചോദിച്ചാൽ നിനക്കറിയില്ല, ഞാൻ എങ്ങോട്ടോ പോയി. അപ്പൊ ഞാൻ എവിടെ പോയി ആരും ചോദിച്ചാൽ എന്താ പറയും? ഞാൻ എങ്ങോട്ടോ പോയി എനിക്കറിയൂല. ആരെങ്ങോട്ടോ പോയി? ഞാൻ എങ്ങോട്ടോ പോയി. പുരുഷോ ചെയ്യും. കോൺട്രാക്ടർ മന്മേന്റെ വീടല്ലേ? അതെ. മന്മതിനകത്തുണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് വിളിച്ചേ. സാറേ, ഒരു സാറ് കാണാൻ വന്നിരിക്കുന്നു. 2 ആളുണ്ട്. 2 സാറന്മാരുണ്ട് സാറേ. വരണേ. എങ്ങോട്ടോ യാത്ര പോകാനുള്ള പുറപ്പെടാണ്? അത് പിന്നെ ഭാര്യയുടെ അമ്മായിയപ്പന്റെ ഭാര്യയുടെ 16 അടിയന്തരമുണ്ട്, അതിന് പോകാൻ വേണ്ടി ഇറങ്ങിയത്. അല്ല, ഇനിയിപ്പോ അധികം അങ്ങോട്ടൊന്നും 16 അടിയന്തരം പോകേണ്ടി വരില്ല. ഇവിടെ തന്നെ അധികം ഒഴുകാതെ ഒരു 16 അടിയന്തരം വരും അല്ലേ? പറയണത് ഈ പഞ്ചാരവട്ടം പാലത്തിന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. സാറേ, ഉദ്ഘാടനത്തിന് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ലല്ലോ, അവരെന്നെ ക്ഷണിച്ചില്ല. ക്ഷണിക്കാൻ ഞാൻ നന്നായി. ഇന്നപ്പോ ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ ഇയാൾ ഉണ്ടാവില്ലായിരുന്നു. പാലം പൊളിഞ്ഞതറിഞ്ഞ? അതെപ്പോ പൊളിഞ്ഞു സാറേ? വേഷം കെട്ടെടുക്കല്ലേ? പാലം പൊളിഞ്ഞ ഇയാൾ അറിയില്ലല്ലോ? ആരോ പറഞ്ഞറിഞ്ഞു. ആരോ പറഞ്ഞാണ് അറിഞ്ഞത്? ഇയാളല്ലേ അതിന്റെ കോൺട്രാക്ടർ? ഞാൻ കോൺട്രാക്ട് എടുത്തു എന്നുള്ളതേ ഉള്ളൂ സാറേ, സത്യമായിട്ട് പറയാണ്. ആ പാലം പടിയിൽ
എനിക്ക് ഒരു ലാഭവും കിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അത് പിന്നെ നേരെ ഉണ്ണി മേശിരി ആ പണി അങ്ങ് ഏൽപ്പിച്ച്. മാത്രമല്ല എനിക്കും വേറെ 3-4 പാലത്തിന്റെ പണിയുടെ തിരക്കുണ്ടേ. അപ്പൊ ഇയാൾക്ക് അതിലൊരു പങ്കുമില്ല? എന്തോ ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് പാലം നിർമ്മിച്ചതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് നമ്മുടെ ഉണ്ണി മേശിരി ഗൾഫിൽ കുറെ നാൾ ഇരുന്നാണല്ലോ. അപ്പൊ എന്തോ എന്റെ അടുത്ത് പറഞ്ഞു ഉസ്ബെക്കിസ്ഥാൻ ടെക്നോളജിയാണോ അത് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഇയാൾക്ക് ആ ടെക്നോളജി കുറിച്ചൊന്നും അറിയില്ല? ഞാൻ ഗൾഫിൽ പോയിട്ടില്ലല്ലോ. ഏതായാലും പാലം പൊളിഞ്ഞതിനെ കുറിച്ച് ഊർജിതമായ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോ വിളിച്ചാലും ഇയാൾ സ്റ്റേഷനിലേക്ക് വരണം. എന്നാലും എപ്പോ വിളിക്കുമായിരിക്കും സാറേ? മുൻകൂട്ടി പറയാം. എടോ എപ്പോ വിളിച്ചാലും അങ്ങോട്ട് വരണം. എവിടേക്കും പോകരുത്. ഉണ്ണിമേശ്വരി വീട് എവിടെ? നമ്മുടെ വായനശാല മുക്കി ചെന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും ഉണ്ണിമേശ്വരിയുടെ വീട്. അപ്പൊ ഇയാളാണ് മേശ്വരി ഉണ്ണി മേശ്വരി. ഈ കോൺട്രാക്ടർ മൻമഥന്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായിടോ? 10-15 കൊല്ലമായി സാറേ. ഇതുവരെയ്ക്ക് എത്ര പാലം പണിതു? ഞാനൊരു 12 പാലം പണിതിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ടെക്നോളജിയിലല്ല. ഇത് പുതിയ ടെക്നോളജിയിലെ പണിതാണ്. അതെ അതെ സാറേ. പിന്നെ എങ്ങനെയാണോ ഈ പാലം പൊളിഞ്ഞത്? അതന്നെ ഞാനും ആലോചിക്കുന്നത്. എങ്ങനെ പൊളിഞ്ഞു? എങ്ങനെ പിടുത്തം കിട്ടുന്നില്ല സാറേ. ഈ പാലം പൊളിഞ്ഞത് പിടുത്തം കിട്ടുന്നില്ലാന്നോ അതോ പാലം എങ്ങനെ പണിതെന്ന് പിടുത്തം കിട്ടുന്നില്ല? പാലം പൊളിഞ്ഞതിന്റെ പിടുത്തം കിട്ടുന്നില്ല. എടോ 1000 ചാക്ക് വേണം പാലം കെട്ടാൻ. വേണം. വേറെ 500 ചാക്ക് സിമെന്റ് ആണല്ലോ ഉപയോഗിച്ചിട്ടുള്ളൂ. അതെ. അതെന്തുകൊണ്ടാ സാറേ? പണ്ടൊക്കെ പിന്നെ പാക്കറ്റ് സിമെന്റ് ആണ്. അതിപ്പോ 1000 എണ്ണം വേണ്ടടുത്ത് 1000 തന്നെ വേണം. ഇപ്പൊ ചാക്കാ വരുന്നത്. 1000 വേണ്ടടുത്ത് 500 മതി. നമ്മളത് അന്വേഷിച്ച് നോക്കിയപ്പോ വേണ്ടത്ര സിമെന്റ് പാലത്തിലില്ല. അല്ല അത് പറഞ്ഞ കാര്യമില്ല. സിമെന്റ് പൊടി ഊതിയ പാർന്ന സിമെന്റ് ചിലപ്പോ കാറ്റ് വരും, മഴ വരും, അതിലെല്ലാം ഒലിച്ചു പോകുമല്ലോ. അത് തരിപ്പില്ല, പൂഴി ഉണ്ടായിരുന്നു. അത് കുറച്ച് നല്ല ഒന്നിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കമ്പി 10 സെന്റിമീറ്റർ അകലത്തിലല്ലേ നമ്മൾ കെട്ടേണ്ടത്? അതെ. ഇത് 1 മീറ്റർ അകലത്തിലാണല്ലോ കമ്പികൾ കെട്ടിയിരിക്കുന്നത്. അങ്ങനെ കെട്ടീനി? അതെന്തുകൊണ്ട് അങ്ങനെ കെട്ടി? അല്ല നല്ല ഉറപ്പില്ല കമ്പി അതല്ല അവ കെട്ടുന്നത്. അപ്പൊ കമ്പി കുറച്ച് മതി? പക്ഷെ എസ്റ്റിമേറ്റ് പ്രകാരം കമ്പി വേണ്ടത് എടുത്തിട്ടുണ്ടല്ലോ, കൂടുതൽ എടുത്തിട്ടുണ്ടല്ലോ. കുറച്ച് കമ്പി ഈ പാലത്തിന്റെ അടിയിൽ വെച്ചിനി. എന്തിനാ? ഇനി അഥവാ ഇതിനൊരു വരക്ഷയായിട്ട് സംഭവിച്ചു കഴിഞ്ഞാല് താക്കം കൊടുക്കാലോ. അപ്പനോട് കളിക്കണ പോലെ എന്നോട് കളിച്ചാണല്ലോ. എനക്കറിയില്ല സാറേ. ഇതിന്റെ പ്ലാൻ എസ്റ്റിമേറ്റ് ഒന്നും ഞാനല്ല. പ്ലാൻ ഒന്നും എനക്കറിയില്ല സാറേ. പ്ലാൻ എല്ലാം തെറ്റാണ്. പ്ലാൻ തെറ്റാണ്? ആ സാറ്. അപ്പൊ തെറ്റായ പ്ലാൻ കൊണ്ടാണല്ലോ പണിയെടുക്കുന്നതിന് മുമ്പ് സ്കെച്ചും പ്ലാനൊക്കെ നോക്കിയിട്ടല്ലേ ഒരു പാലം പണി? അതല്ല സാറേ, ഈ സർക്കാരിന്റെ സ്പീഡ് പദ്ധതിയാണല്ലോ സാറേ. ഇപ്പൊ സ്പീഡായിട്ട് പരിപാടി നടത്തണം, സ്പീഡായിട്ട് പണി തീർക്കണം, അപ്പൊ സ്പീഡായിട്ട് വീട്ടിലേക്ക് പോകണ്ട സാറേ. അങ്ങനെ സ്പീഡായി പോയല്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്നും നോക്കാതെ പണിതു? അങ്ങനെ ആയിപ്പോയി സാറേ. ഇതാരോടത്? ഇതെന്റെ പണിക്കാരനാണ്. കുറെ കൊല്ലായി, 10 കൊല്ലായിട്ട് ഒപ്പരില്ലാന്ന്. പാവാന്ന്. ഇയാളുടെ വീട് എവിടെ? ഇയാളുടെ വീട് എവിടെയാ? വീട് ബംഗാളിയാന്ന്. ഓ, സംസാരിക്കാനും പറ്റൂല, ചെവിയും കേൾക്കൂല. ചോറ് നല്ലോണം കൊടുക്കൽ. 10 കൊല്ലായിട്ട് തന്റെ കൂടെയാണ്? അതെ സാറേ. അപ്പൊ താൻ മറ്റു വർക്കുകൾക്കൊക്കെ പോകുമ്പോ ഈ സിമെന്റും മറ്റിലൊക്കെ കൂട്ടുന്ന ഇയാളാണോ? വളരെ കൃത്യമായി ചെയ്യും. ഇയാളാണ് ചെയ്യുന്നത്? ബംഗാളിയാണ്? ബംഗാളിയാണ്. ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. ഇനി ചോദിക്കണം, പിന്നെ ഞാൻ ചോദിക്കണം. ഞാൻ ചോദിക്കാനും പോയില്ല. എന്തിരീ? പ്രിയപ്പെട്ട മെമ്പർമാരെ, പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് കോയ, നമ്മുടെ പഞ്ചായത്ത് പാലത്തിന്റെ തകർച്ച കഴിഞ്ഞിട്ട് 1 മാസമായി. അതിന്റെ ഒരു അവലോകന യോഗമാണ് നമ്മളിപ്പോ കൂടിക്കൊണ്ടിരിക്കുന്നത്. തകർന്നു വീണ പാലത്തിന്റെ കമ്പിയും സിമന്റും ഒക്കെ പരിശോധിച്ചതിൽ നിന്ന് കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണ് പഞ്ചാരവട്ടപ്പാലത്തിന്റെ നിർമ്മിതിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കഥകൾ പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മിസ്റ്റർ കോയ, നിങ്ങളോട്. നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിലല്ലേ ഇങ്ങനെ ഒരു പാലം നിങ്ങൾ പണിതത്?
ഇങ്ങനെയാണോ ഒരു പാലം പണിയേണ്ടത്? ഇതല്ലല്ലോ നിങ്ങളന്ന് ഉദ്ഘാടനത്തിന് വന്നപ്പോ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് ഇത് ഞങ്ങളുടെ പറഞ്ഞ സമയത്ത് പണിതിട്ടുള്ള പാലാണെന്നും ആ പാലം ഉദ്ഘാടനം ചെയ്യാനുള്ള അർഹത ഞങ്ങൾക്കാണെന്നും അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണെന്നല്ലോ നിങ്ങളാ ക്രെഡിറ്റ് എടുത്തോളൂ. വേണ്ട വേണ്ട വേണ്ട, പഞ്ചായത്ത് പാലത്തിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണ്ട, അത് നിങ്ങൾ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട. കാരണം പഞ്ചായത്ത് പാലം പൂർത്തിയായത് സത്യത്തിൽ 99% പൂർത്തിയായത് നിങ്ങൾ ഇരിക്കുമ്പോഴാണ്. ഞങ്ങളപ്പോഴല്ലോ, ഞങ്ങളാവുന്ന ഒരു മഞ്ഞ പെയിന്റ് അടിച്ചിട്ട് തൽക്കാലം ഉദ്ഘാടനം ചെയ്തതേ ഉള്ളൂ. അപ്പൊ ആ ക്രെഡിറ്റ് മതി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു സൈക്കിള് പാലത്തിന്റെ മുകളിൽ കൂടെ പോയ സമയത്താണ് പാലം ഇടിഞ്ഞു വീണത്. അപ്പൊ ചോദ്യങ്ങൾ വരുമ്പോ വെറുതെ മുട്ടിനായങ്ങൾ എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അപ്പൊ ഇതിന്റെ ഒരു പരിഹാരമല്ലേ നമ്മൾ കാണണം. ഇത് ഓരോ ദിവസം കഴിയുന്നോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതിപ്പോ ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് അപ്പൊ നിങ്ങളൊന്നും അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ചെയ്തത് അന്ന് ഭയങ്കര വൃത്തികെട്ട പരിപാടിയാണ്. ഞാനിത് പറഞ്ഞു തുടങ്ങട്ടെ, നിങ്ങൾ നീങ്ങിയിരിക്കും. അതായത് നമ്മളിപ്പോ കൊയക്ക ഞാനൊരു കാര്യം പറയാം. ഇനി ഇജ്ജ് പറയണ്ട, ഞാൻ പറയാം. സംഗതി പഞ്ചാരവട്ടം പാലത്തിന് അഴിമതി നടന്നിട്ടുണ്ട്. ആ അഴിമതിയുടെ ഒരു പങ്ക് ഇജ്ജും പറ്റിയിട്ടുണ്ട്. ഇല്ല എന്നൊക്കെ പറയാൻ പറ്റുമോ? അപ്പൊ ഇതിന്റെ പേരിൽ, ഈ അഴിമതിയുടെ പേരിൽ ഞാൻ കുടുങ്ങിയാല് ഇജ്ജും കൊടുങ്ങും, ഓളും കൊടുങ്ങും, ഇവളും കൊടുങ്ങും, രാഘവേട്ടനും കൊടുങ്ങും, ഓനും കൊടുങ്ങും. ഇവിടെ ആളില്ല, എന്നാലും അതിൽ ആരാ വന്നിരിക്കുന്ന ഓനും കൊടുക്കും. മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷത്തുള്ള ഒരാളെ ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല. വേണ്ട പറയണ്ടല്ലോ. ഇനിയിപ്പോ നമ്മുടെ അടുത്ത് തന്നെ ആരെങ്കിലും വല്ലതും ചോദിക്കുകയാണെങ്കിൽ നമുക്കൊന്നും അറിഞ്ഞുകൂടാ, അതൊക്കെ നിയമത്തിന്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്, അത് വരുമ്പോ ആവട്ടെ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത്ര തന്നെയുള്ള കാമാന്നൊരക്ഷരം ഞാൻ പറയില്ല. ഇജ്ജ് പറയോ? എനിക്ക് കോയക്കന്നെയാണ് പേടി. എനിക്ക് ഈ കവലയിലും ചായക്കടയിലൊക്കെ പോയിരുന്ന ഡമ്പടിക്കല് കൂടുതലാണ്. ആ ജാതി വർത്താനം പറഞ്ഞു ഞാൻ ഇന്നവരൊരു കാര്യം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ പറഞ്ഞത് എന്റെ ഭാര്യയുടെ അടുത്താണ്. ഓള് പിന്നെ ഉള്ള അഞ്ചത്തിന്റെ അടുത്ത് പറയും ഓനിക്ക് ചായക്കടയാണ്. അപ്പൊ അവിടെ അങ്ങനെ ചർച്ച വന്നിട്ട് ആ മുക്കിന്റെ നാക്ക് ശരിയല്ലാത്ത പറഞ്ഞത് ഇങ്ങനെ പറയണം. ഇത് കൊളായി പോയി കഴിഞ്ഞാൽ അവസാനം ഇത് തിരിഞ്ഞ് എല്ലാവരും കൂടി തലയിൽ വന്ന് വീണ പണിയെടുക്കില്ല. ഇല്ല ഞാൻ പറഞ്ഞില്ല. ഇനി കോളെടുത്ത് ഞാൻ പറയില്ല. ഇത് പല തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. രണ്ടാം ഘട്ടത്തിന് വരെ ഞാൻ തയ്യാറായിട്ടില്ല ഈ കാര്യത്തിൽ. അത് പക്ഷേ സമ്മതിക്കാണ്ടാണ്. അത് നിങ്ങൾക്ക് അത്ര പേടിക്കണ്ട. ഇതെന്നാ പറഞ്ഞ ഏതാ നാട്ടിൽ നിങ്ങളെല്ലാരും കൂടെ നിൽക്കി, ഞാനും ചേർന്ന് കേൾക്കു വരാം. എല്ലാവരും ചേർന്ന കൂടെ നിൽക്കി. വീര സത്യശീല രാജിവെക്കൂ പുറത്തു പോകൂ, രാജിവെക്കൂ പുറത്തു പോകൂ, രാജിവെക്കൂ പുറത്തു പോകൂ. ഹലോ എന്താണ് പ്രശ്നം? ഈ പഞ്ചായവട്ടം പാലത്തിൽ നഗ്നമായ അഴിമതി നടന്നിട്ടുണ്ട്. അത് ജനങ്ങൾക്കൊക്കെ അറിയുകയും ചെയ്യാം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചേക്കണതിന്റെ ഉത്തരവാദി ആരാന്ന് ഉത്തരവാദി ആരാ ഞങ്ങൾക്കറിയാമോ? പിന്നെ ഞങ്ങൾക്കറിയാം. പത്രസമ്മേളനം നടത്തി ഞാൻ പറഞ്ഞതല്ലേ, എന്ത് പറഞ്ഞു? കുറ്റക്കാരായിട്ടുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത്. ഇവിടെ പ്രമുഖൻ എന്നൊന്നും പറയരുത്, ആളുടെ പേര് പറയണം നിങ്ങൾ. ആളുടെ പേരാണോ നമുക്ക്? എന്നാ ഞാൻ പറഞ്ഞുതരാം. ഈ പഞ്ചാരവട്ടം പാലത്തിന് അഴിമതി കാണിച്ചിട്ടുള്ള ആള് ജോർജ് ബുഷാണ്. അങ്ങനെയല്ലേ ഇവിടെ അനക്ക് എന്താ ചെയ്യാൻ പറ്റില്ല? അതെ, പഞ്ചായത്ത് പാലത്തിന്റെ കാര്യത്തില് നിങ്ങളെക്കാൾ കൂടുതൽ അപരാധി ഞങ്ങൾക്കുണ്ട്. അത് തകർന്നു വീണു. ഇനി എന്താണ് അതിനുള്ള പരിഹാരം, എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ നിയമത്തിന്റെ കോടതിയുടെ കയ്യിലിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ സാധാരണക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയിൽ നിന്നാണ് നമ്മൾ നികുതി അടയ്ക്കുന്നത്. ആ നികുതി പണം കൊണ്ടാണ് ഇവിടെ എയർപോർട്ടും മെട്രോയും പിന്നെ സ്റ്റേഡിയം ഒക്കെ ഉണ്ടാക്കുന്നത്. അതൊക്കെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ആ പൈസ എടുത്ത് പുട്ടടിക്കാൻ നമ്മൾ സമ്മതിക്കൂല. അല്ല പ്രസിഡന്റ്, ഈ പൊളിഞ്ഞു വീണ പാലം ഇനി പുനർനിർമ്മിക്കണമല്ലോ, അതിനുള്ള കോടികൾ നിങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തും? അതും ഞങ്ങൾ സാധാരണക്കാർ ഉയർപ്പെടുക്കണ നികുതി പണത്തിൽ നിന്ന് കയറ്റുവാരനല്ലേ? അല്ലേ? നിങ്ങൾ വെറുതെ ബഹളം ഉണ്ടാക്കാതിരിക്കുക. നിങ്ങൾ തൽക്കാലം ഒന്ന് പുറത്തു പോകും. ഞങ്ങൾ ഈ പ്രതിയെ കണ്ടെത്താതെ ഞങ്ങൾ പിരിഞ്ഞുപോണ പ്രശ്നമില്ല. എന്റെ പൊന്നു സുഹൃത്തെ, അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കല്ലേ, അതിനൊരു തീരുമാനമാവട്ടെ. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്തും ചെയ്യാൻ പറ്റും. പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് മുക്കാനാണെങ്കിൽ അതിന്റെ ഉത്തരവാദികളെ നിങ്ങൾ അനാവശ്യം പറയണത്. ഹലോ എപ്പോ കിട്ടിയോ? പുതിയ ഫണ്ടെങ്ങാനും കിട്ടിയോ? നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? നിങ്ങൾക്ക് അറിയേണ്ടത് പാലം തകർത്ത കുറ്റവാളി ആരാണെന്നല്ലേ? അതല്ലേ? എടോ, ഭരണസമിതിയുടെ ക്രിയാത്മകമായ ഇടപെടലുകൊണ്ട്
കുറ്റവാളിയെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ കാണുന്നുണ്ടോ അങ്ങോട്ട്? അല്ലാതെ ഇവിടെ കിടന്ന് ബഹളമുണ്ടാക്കല്ല വേണ്ടത്. അത് ശരി ബാ. എടാ പിടിച്ചേ, ആളെ പിടിച്ചേ, എല്ലാരും പിടിച്ച്. വാ, 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 എല്ലാരും വാ. കോയക്ക പാലം തകർത്ത കുറ്റവാളി പോലീസ് പിടിച്ചെന്ന്. അല്ല സതീശില്ല, ഇജ്ജും ഞാനും ഇവിടെ ഇരിക്കല്ലേ, പിന്നെ ഇപ്പൊ ആരെ പിടിച്ചത്? അല്ല അല്ല നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മളല്ല അല്ലേ? എന്തിനാ ഇനിയിപ്പോ ആരായാലും എന്താ അല്ലേ? എന്താണ് അതന്നെ ഇപ്പൊ അന്നാലും ആരെ പിടിച്ചാ